ഇനിയിപ്പോൾ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അയ്യപ്പ സംഗമം നടത്തി അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് സർക്കാർ ആകെ വെട്ടിലായിരിക്കുന്നത്. പക്ഷേ കണക്കുകളിൽ മുഴുവൻ പൊരുത്തക്കേടാണ്. അപ്പോൾ അയ്യപ്പ സംഗമം സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് ചർച്ച ചെയ്യും. സംഗമത്തിനാകെ ചെലവായ തുക 6,32,00,000 എന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ പരിപാടി നടത്തിയ ഊരാളുങ്കലിന്റെ കീഴിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് കൺസ്ട്രക്ഷൻ GST വകുപ്പിന് നൽകിയ ഇൻവോയ്സിൽ സംഗമത്തിന്റെ ചെലവ് GST അടക്കം 7,11,00,000 രൂപയാണ്. ദേവസ്വം കമ്മീഷണർ നവംബർ മാസം സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയ എസ്റ്റിമേറ്റിൽ സംഗമത്തിന്റെ ചെലവ് GST ഉൾപ്പെടെ 4,05,00,000 രൂപ കൂടിയാണ്. കണക്കിലെ പൊരുത്തക്കേടുകൾ ദേവസ്വം ബോർഡ് വിശദമായി ചർച്ച ചെയ്യും. ഊരാളുങ്കൽ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയെന്ന സംശയം ദേവസ്വം ബോർഡിനുണ്ട്. ഹൈക്കോടതിയിൽ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ വസ്തുതാപരമായ പിഴവുകളുണ്ടെന്നും ബോർഡ് വാദിക്കുന്നു. പിശകുകൾ പരിഹരിച്ച പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് നൽകാനും നീക്കമുണ്ട്. ഇന്നത്തെ യോഗത്തിലേക്ക് സ്പോൺസർമാരുടെ പ്രതിനിധികളെയും ഊരാളുങ്കൽ അധികൃതരെയും വിളിച്ചിട്ടുമുണ്ട്. സേഫ് സൈലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. സേഫ്, അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യോഗത്തിൽ ഈ കണക്കുകളിലെ പൊരുത്തക്കേട് അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതായിരിക്കും കണ്ടെത്തേണ്ടത്. അപ്പോൾ ഊരാളുങ്കൽ പറയുന്ന കണക്കാണോ പെരുപ്പിച്ചു കാട്ടിയത്, അതോ ഇവിടെ പറയുന്ന കണക്കാണോ കുറച്ചു കാട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാക്കണം. അതിനുള്ള ഒരു യോഗം കൂടിയായിരിക്കും. ആരൊക്കെ പങ്കെടുക്കുന്നു, എന്തൊക്കെ നടക്കും ഇന്നത്തെ യോഗത്തിൽ? സേഫ്, ജിൽസി, ഊരാളുങ്കലിനെ സംബന്ധിച്ചും ഈ പരിപാടിയുമായി ചേർന്ന് നിന്ന മറ്റാൾക്കാരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും വളരെ നിർണായകമായ യോഗമാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് രാവിലെ 10 മണിയോടുകൂടി ചേരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിവാദം ഇങ്ങനെ കത്തിപ്പടരുകയാണ്. ദേവസ്വം ബോർഡിൽ നിന്നോ മുൻ പ്രസിഡന്റിൽ നിന്നോ ഒന്നും ഒരു നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം ഇവരുടെ ആരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. 3 കണക്കുകൾ ഇപ്പോൾ പുറത്തുണ്ട്. അതിലേത് കണക്കാണ് വസ്തുതാപരം എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം. ഒന്ന്, ആദ്യത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 6.5 കോടി രൂപയാണ് ആദ്യത്തെ കണക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ഊരാളുങ്കൽ IIICക്ക് നൽകിയ ആ കണക്ക് പ്രകാരം അത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7.11 കോടി രൂപ അതിനകത്ത് ചിലവായിട്ടുണ്ട്. GST അടക്കമാണ് ആ പൈസ ചിലവായിട്ടുള്ളത്. പിന്നീട് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ നവംബറിൽ നൽകിയ കണക്ക് പ്രകാരം ആ എസ്റ്റിമേറ്റ് പ്രകാരമാണെങ്കിൽ 4.5 കോടി രൂപ ചിലവായിട്ടുണ്ട്. അത് GST കൂടെ ചേരുമ്പോഴത്തേക്ക് 4.99 കോടി രൂപ ആവുകയും ചെയ്യും. എന്തായാലും ഏറ്റവും അവസാനം പറഞ്ഞ കണക്ക് 4.99 കോടി രൂപയ്ക്ക് അപ്പുറമുള്ള ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടതില്ല എന്ന പൊതുധാരണയിലേക്ക് ആ ദേവസ്വം ബോർഡ് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മറ്റ് കണക്കുകളൊന്നും തന്നെ അവർ കണക്കാക്കാൻ എടുക്കുന്നില്ല. കാരണം അത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കത്തേ ഉള്ളൂ. എസ്റ്റിമേറ്റാണ് അവിടെ നൽകിയിരിക്കുന്നത്, സ്പെഷ്യൽ കമ്മീഷണർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കണക്കിൻ്റെ പുറകെ പോകാൻ ഞങ്ങളില്ല. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ നവംബർ മാസത്തിൽ ഹൈക്കോടതിയിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരം 4.5 കോടി രൂപയാണ് ചിലവായിട്ടുള്ളത്. ചില ബില്ലുകൾ കിട്ടാനുണ്ട് എന്ന് ഹൈക്കോടതി അന്ന് തന്നെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം GST കൂടി ചേരുമ്പോൾ 4.99 കോടി രൂപ ആകും. അതിനപ്പുറത്തേക്ക് 1 രൂപയുടെ ചെലവും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കില്ല എന്ന നിലപാടിലാണ് അവർ ഇപ്പോഴും ഉള്ളത്. അതുതന്നെയായിരിക്കും ഇന്നത്തെ തീരുമാനമായി വരാൻ പോകുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഈ സ്പെഷ്യൽ കമ്മീഷണർ ഈ റിപ്പോർട്ട് എങ്ങനെ കൊടുത്തു എന്നതാണോ, അതോ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ കാണിക്കാതിരുന്നത് എന്ത് അങ്ങനെയാണോ, എനിക്ക് കാണിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചിട്ട് അവർ വാങ്ങാതിരുന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ലീൻ ചിറ്റ് പൂർണ്ണതോതിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നത്തെ യോഗം കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി പുതിയ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ ജയകുമാർ സാർ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ നാളെ നിങ്ങൾക്ക് നൽകാം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. നാളെ മീൻസ് യോഗം കഴിഞ്ഞതിന് ശേഷം നൽകാം എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടിരുന്നത്. ഇന്നത്തെ യോഗത്തോടു കൂടി ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും ഈ 4.99 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതില്ല എന്ന പൊതുധാരണയിലേക്ക് ദേവസ്വം ബോർഡ് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ജിൽസി.